വെൽക്കം ബാക്ക് ടു ടാഗോർ അക്കാഡമി. ടാഗോർ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സൂപ്പർ 50 എന്ന് പറയുന്ന സീരീസാണ്. അതിൻ്റെ 4 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് ഏകദേശം 20 മോഡൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ അതിനോടനുബന്ധിച്ച് കുറേ മോഡലുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ എക്സാമുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ സൂപ്പർ 50 എന്ന സീരീസിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് അതിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക. അതേപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്കും ഇത് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇത് നോക്കിയ മോഡൽ 21. 10,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? 10,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? നോക്കാം. ഇവിടുത്തെ കൂട്ടുപലിശ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു നമുക്കറിയാം അല്ലേ? അതിനു മുമ്പ് സാധാരണ പലിശ കാണുന്ന ഇക്വേഷൻ എന്താണ്? സാധാരണ പലിശ കാണുന്ന PNR ഡിവൈഡ് ബൈ 100 ആണ് അല്ലേ? സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? PNR ഡിവൈഡ് ബൈ 100. PNR ഡിവൈഡ് ബൈ 100 എന്നുള്ളതാണ് സാധാരണ പലിശ കാണുന്ന ഇക്വേഷൻ. അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. P എന്ന് പറയുന്നത് നമ്മുടെ തുകയായിരിക്കും, N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആയിരിക്കും, R എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ പലിശ കിട്ടും അല്ലേ? പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കൂട്ടുപലിശ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. കൂട്ടുപലിശ എന്ത്? കൂട്ടുപലിശ കാണാൻ വേണ്ടി ഇതേ എളുപ്പമുള്ള മാർഗ്ഗം നോക്കിയേ. ഇവിടെ തന്നിരിക്കുന്ന 10,000 രൂപയാണല്ലേ? ആ 10,000 ആദ്യം എഴുതുന്നു. 10,000 ഓക്കെ ഇൻറ്റു 10% പലിശ പറഞ്ഞേക്കുന്നത് അല്ലേ? പലിശ നിരക്ക് 10% അതിൻ്റെ കൂടെ ഒരു 100 കൂട്ടുക. അപ്പം 110 എന്ന് കിട്ടും. 100 കൂട്ടണം. ഓക്കെ 110 ഡിവൈഡ് ബൈ 100 എന്ന് ശതമാനമായതുകൊണ്ട് ഡിവൈഡ് ബൈ 100 എന്ന് എഴുതി. ഓക്കെ 10% ആയതുകൊണ്ട് 110 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതി. നോക്കി എത്ര വർഷത്തേക്കാ? 2 വർഷത്തേക്കായതുകൊണ്ട് 2 തവണ ഇത് എഴുതി ഗുണിക്കണം. 2 തവണ എന്ത് ചെയ്യണം? 110 ഡിവൈഡ് ബൈ 100 എന്നുള്ളത് എഴുതി ഗുണിക്കണം. 2 വർഷം ആയതുകൊണ്ടാണ് 2 തവണ എഴുതിയത്. 3 വർഷമാണ് പലിശ നിരക്ക് കാണേണ്ടെങ്കിൽ 3 തവണ എഴുതി ഗുണിക്കണം. ഓക്കെ ആണോ? എന്നിട്ട് ഇത്രയൊന്ന് ചെയ്തു നോക്കുക. ഇത്രയും ചെയ്യുമ്പോൾ ഇതേ 2 0 ക്യാൻസലായി. ഇവിടെ 2 0 ഇവിടെ 2 0യും ക്യാൻസലായി. ഓക്കെ 110 ഇൻറ്റു 110 110 ഇൻറ്റു 110 ഇതേ നോക്കിയേ 11 ഇൻറ്റു 11 121 അല്ലേ? പിന്നെ 2 0 ഇതേ നോക്കിയേ 12,100 എന്ന് കിട്ടി. 12,100 നോക്കിയേ 10,000 രൂപയ്ക്ക് 12,100 രൂപയല്ല പലിശ കിട്ടുന്നത്. മനസ്സിലായോ? 10,000 രൂപ 10% പലിശ നിരക്കിൽ നമ്മൾ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചപ്പോൾ, കൂട്ടുപലിശ രീതിയിൽ നിക്ഷേപിച്ചപ്പോൾ 2 വർഷം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന രൂപയാണ് 12,100. അത് ശ്രദ്ധിച്ചു മനസ്സിൽ ഉറപ്പിച്ചു വെച്ചേക്കണം. എന്താ ഈ 10,000 രൂപ നമ്മൾ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് ബാങ്കിലേക്ക് ഇടുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന തുകയാണ് എന്തെന്ന് പറയുന്നത്? 12,100. 10,000 രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചത് അല്ലേ? അപ്പോൾ നമുക്ക് 12,100 രൂപ കിട്ടി. 12,100 രൂപ കിട്ടി. അതായത് കിട്ടിയ 12,100 രൂപയിൽ 10,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 2,100 രൂപ നമുക്ക് അധികം കിട്ടിയതാണ്. 2,100 രൂപ അധികം കിട്ടിയ 2,100 രൂപയാണ് നമ്മുടെ കൂട്ടുപലിശ. മനസ്സിലായോ? മനസ്സിലായോ എന്താ പറഞ്ഞത്? 10,000 രൂപ നിക്ഷേപിച്ചപ്പോൾ 12,100 രൂപ നമുക്ക് തിരിച്ച് കിട്ടി. അതായത് 2,100 രൂപ അധികം നമുക്ക് കിട്ടി. ആദ്യം കിട്ടിയതാണ് നമ്മുടെ കൂട്ടുപലിശ. ക്ലിയർ ആണല്ലോ? ദേ ഒന്നും കൂടെ നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. എന്താ കൂട്ടുപലിശയാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന തുക എടുത്തെഴുതുക. 10,000 തന്നിരിക്കുന്ന തുക എടുത്തെഴുതി. ഇൻറ്റു പലിശ നിരക്ക് എത്ര? 10%. അതിൻ്റെ കൂടെ 100 കൂട്ടുക. 110 എന്ന് കിട്ടി അല്ലേ? 110 ഡിവൈഡ് ബൈ 100 പലിശ ശതമാനമായതുകൊണ്ട് 110 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 2 വർഷത്തേക്കാണ് പറഞ്ഞേക്കുന്നതുകൊണ്ട് 2 തവണ എഴുതി ഗുണിക്കണം. 110 ഡിവൈഡ് ബൈ 100 അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 12,100 എന്ന് കിട്ടും. ഈ 12,100 എന്ന് പറയുന്നത് എന്താ? 2 വർഷം കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. നമ്മുടെ മുതലും പലിശയും കൂടെ ചേർന്ന തുകയാണ് 12,100. അതിൽ നിന്നും പലിശ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 10,000 നമ്മൾ ബാങ്കിലേക്ക് നിക്ഷേപിച്ച തുകയുണ്ടല്ലോ, ആ 10,000 രൂപ കുറയ്ക്കണം. 2,100 എന്ന ആൻസർ കിട്ടും. ഈ 2,100 രൂപയാണ് 2 വർഷത്തെ നമ്മുടെ കൂട്ടുപലിശ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇതേ ഒരു 2-3 കണക്കും കൂടെ നോക്കിക്കോ. ഇതേ മോഡലുള്ള 2-3 കണക്കും കൂടെ നോക്കിക്കോ. നിങ്ങൾക്ക് ഇത് തറവാകാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന കണക്കുകളിനകത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം എക്സ്പാൻഡഡ് രൂപമായിട്ട് ഇതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച വീഡിയോസ് കിടപ്പുണ്ട്. നമ്മുടെ ചാനലിനകത്തിൽ വീഡിയോസ് കിടപ്പുണ്ട്. ഓരോന്നിനെയും എളുപ്പ വഴിയിലും ഡീറ്റെയിൽ ആയിട്ടും എങ്ങനെ ചെയ്യാം, ഇക്വേഷൻ മറന്നുപോയാൽ എങ്ങനെ ചെയ്യാം,
സാധാരണ രീതി ഇക്വേഷൻ ഒന്നും പഠിക്കാതെ സാധാരണ ലെവലിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കിടപ്പുണ്ട്. ഇത് നമ്മൾ ഇക്വേഷൻ വെച്ചാണ് വേഗം പറഞ്ഞു പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 10,000 എന്നുള്ളത് ഞാൻ മാറ്റുന്നു, 30,000 എന്നാക്കി. എൻ്റെ തുക 30,000 രൂപയാക്കി. 30,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 30,000 ഇൻറ്റു 30,000 അല്ലേ, തുക എഴുതി. ഇവിടെ 10% പലിശ നിരക്കായതുകൊണ്ട് നമ്മൾ 100 കൂട്ടുന്നു, 110 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതി. 2 വർഷത്തേക്കായതുകൊണ്ട് 2 തവണ എഴുതി ഗുണിക്കുന്നു. 2 വർഷത്തേക്കായതുകൊണ്ട് 2 തവണ എഴുതി ഗുണിക്കുന്നു. കൂട്ടുപലിശ കാണാനുള്ള രീതിയാണ് നമ്മൾ പറഞ്ഞത്, സിമ്പിൾ രീതി അല്ലേ. 0 ക്യാൻസൽ ചെയ്ത് ഈ 0യും ക്യാൻസൽ ചെയ്തു. ഇനി എന്ത് കിട്ടും നമുക്ക്? 12,100 ഇൻറ്റു 3. 12,100 ഇൻറ്റു 3. ഈ ആൻസർ എത്ര കിട്ടുമെന്ന് നോക്കിയേ. 0 1 ഇൻറ്റു 3 3, 2 ഇൻറ്റു 3 6, 1 ഇൻറ്റു 3 3 അല്ലേ. 36,300 എന്ന ആൻസർ കിട്ടും. അതായത് 2 വർഷം കഴിയുമ്പോൾ നമുക്ക് 30,000 രൂപയ്ക്ക് 36,300 രൂപ റിട്ടേൺ കിട്ടും. അതിൽ നിന്നും നമുക്ക് മനസ്സിലാകും അധികമായിട്ട് കിട്ടുന്ന 6,300 രൂപ, അതാണ് നമ്മുടെ പലിശ എന്ന് പറയുന്ന 6,300 രൂപയാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. 10,000 എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ 70,000 എന്നാക്കുന്നു. 70,000 രൂപ. 70,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ എന്ത്? 2 വർഷത്തെ കൂട്ടുപലിശ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? തുക എഴുതുന്നു, നമ്മുടെ മുതൽ എഴുതുന്നു അല്ലേ, നമ്മളെടുക്കുന്ന നിക്ഷേപിക്കുന്ന തുക എഴുതുന്നു, ഇൻറ്റു പലിശ നിരക്ക് എത്രയാണോ അതിൻ്റെ കൂടെ 100 കൂട്ടുന്നു, 110 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതുന്നു. എത്ര വർഷമാണ്? 2 വർഷം ആയതുകൊണ്ട് 2 തവണ എഴുതി ഗുണിക്കുന്നു. ചെയ്തു നോക്കിയേ. 0 ക്യാൻസൽ ചെയ്തു. 12,100 എന്ന് കിട്ടും. 12,100 ഇൻറ്റു 7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 00748 അല്ലേ. 84,700 രൂപയെന്ന് കിട്ടും. 84,700 രൂപയെന്ന് കിട്ടും. ഇനി നമ്മുടെ നോക്കിയേ, 70,000 രൂപ നിക്ഷേപിച്ചപ്പോൾ നമുക്ക് 84,700 രൂപ റിട്ടേൺ കിട്ടി. അതായത് നമുക്ക് അധികമായിട്ട് കിട്ടിയ എത്ര രൂപയാണ് നോക്കി? 84,700 മൈനസ് 70,000. അധികമായിട്ട് എത്ര രൂപ കിട്ടി? 14,700 രൂപ അധികം കിട്ടി. 14,700 രൂപ അധികം കിട്ടി. അധികം കിട്ടിയതാണ് നമ്മുടെ കൂട്ടുപലിശ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം കൂട്ടുപലിശ എങ്ങനെ കാണാമെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത മോഡൽ പരിചയപ്പെടാം. ദേ നോക്കിയേ, മോഡൽ 22. ഓക്കെ, 20,000 രൂപ 20% വാർഷിക പലിശ നിരക്കിൽ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കിയാൽ 1 വർഷത്തേക്ക് കൂട്ടുപലിശ എന്ത്? ദേ ഇവിടുത്തെ പ്രത്യേകത എന്താ? ദേ ഇവിടെ നമുക്ക് കൂട്ടുപലിശയാണ് കാണേണ്ടത്. കൂട്ടുപലിശ കാണണം. ദേ മുതൽ തന്നിട്ടുണ്ട് 20,000 രൂപ. വാർഷിക പലിശ നിരക്ക് 1 വർഷത്തേക്കുള്ള പലിശ നിരക്ക് തന്നിട്ടുണ്ട് 20%. എത്ര വർഷമാണെന്നും തന്നിട്ടുണ്ട്, ഒരു വർഷം അല്ലേ. പക്ഷേ ഇതിനകത്ത് അധികമായിട്ടൊരു വാക്ക് അവർ പറഞ്ഞിട്ടുണ്ട്, അർദ്ധവാർഷികമായി. ശ്രദ്ധിച്ചോണം, അർദ്ധവാർഷികമായി എന്ന് ക്വസ്റ്റ്യനിങ് വന്നു കഴിഞ്ഞാൽ എന്താ ഈ അർദ്ധവാർഷികം? നമ്മൾ പരീക്ഷയ്ക്കൊക്കെ പോലെ സ്കൂളിൽ പരീക്ഷയുണ്ടല്ലേ, ഒരു വർഷം നമ്മളിപ്പോൾ ഒരു വർഷം ക്ലാസ് തുടങ്ങി, ഒരു വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ നമുക്കൊരു വാർഷിക പരീക്ഷയുണ്ടല്ലേ, വാർഷിക പരീക്ഷ അല്ലേ. ഒരു വർഷത്തെ മുഴുവൻ അല്ലെങ്കിൽ ലാസ്റ്റ് പരീക്ഷ നമ്മൾ ജയിക്കുമോ തോൽക്കുമോ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമെന്ന് അറിയുന്ന ഒരു പരീക്ഷയുണ്ട്. ഈ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ആ ഒരു ഇയറിൻ്റെ മിഡിലായിട്ട് നടുക്കായിട്ട് ഒരു പരീക്ഷയും കൂടെ അവർ നടത്തും. അർദ്ധവാർഷിക പരീക്ഷ എന്നും പറഞ്ഞൊരു പരീക്ഷ നടത്തും അല്ലേ. മിഡ് ടേം എക്സാം. അതായത് ഒരു വർഷത്തിൻ്റെ പകുതി അതാണ് അർദ്ധവാർഷികമായിട്ടൊന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഒരു വർഷത്തേക്കുള്ള പലിശ 20% ആണെങ്കിൽ ആ വർഷത്തിൻ്റെ പകുതിയിൽ വെച്ച് അവരൊരു പലിശ കാണും. എന്നിട്ട് ആ വർഷാവസാനവും ഒരു പലിശ കാണും. അപ്പോൾ മൊത്തത്തിൽ 2 പലിശ ഒരു വർഷം തന്നെ കണക്കാക്കും. മനസ്സിലായോ? ഒരു വർഷത്തിൻ്റെ അവസാനം 20% പലിശ നിരക്കാണ്. പക്ഷേ ആ വർഷത്തിൻ്റെ പകുതി വെച്ചും അവരൊരു പലിശ കണക്കാക്കും. അത് കഴിഞ്ഞ് അവസാനം ഒരു പലിശ കണക്കാക്കും. എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ 2 പലിശ കാണും. രണ്ട് പലിശ കാണും. ഒന്ന് മിഡ് ടേമിലും ഒന്ന് അവസാനത്തെ ഫൈനലും. 2 എന്ത് കിട്ടും? പലിശ കിട്ടും. 2 പലിശ. ഒരു വർഷത്തിൽ 2 പലിശ കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 2 വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ എത്ര പലിശ കിട്ടും? 4 പലിശ കിട്ടും. പക്ഷേ ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇവിടെ നോക്കി, ഒരു വർഷത്തെ പലിശ 20 ആണെങ്കിൽ പകുതി വർഷത്തെ പലിശ എന്തായിരിക്കും? 10% ആയിരിക്കും. അതും കൂടെ ആലോചിച്ചോണം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. എന്താണ് അർദ്ധവാർഷികം എന്ന് മനസ്സിലായല്ലോ. ഒരു വർഷത്തിൻ്റെ പകുതിയിൽ വെച്ച് പലിശ കണക്കാക്കുന്ന രീതിയാണ് അർദ്ധവാർഷികമായി. ഇനി ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, അർദ്ധവാർഷികമായി ആണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇവിടുത്തെ പലിശ സാധാരണ കൂട്ടുപലിശ കാണുന്ന പോലെ തന്നെ കാണുക. എന്താ 20,000 രൂപ അല്ലേ, 20,000 രൂപ ആദ്യം എഴുതി, 20,000 ഇൻറ്റു ഇവിടുത്തെ ഇതേ നോക്കി 20% വാർഷിക പലിശ നിരക്ക്. നമ്മൾ പറഞ്ഞു ഒരു വർഷത്തെ മുഴുവൻ പലിശ നിരക്ക് 20%. അങ്ങനെയാണെങ്കിൽ പകുതി വർഷത്തെ എന്തായിരിക്കും, അതിൻ്റെ പകുതി 20ൻ്റെ പകുതി 10, 20ൻ്റെ പകുതി 10 എടുക്കണം. 20ൻ്റെ പകുതി എത്ര എടുക്കണം, 10 എടുക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് ഞാൻ 10% ആക്കി, ഇവിടെ 10% ആക്കി. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂട്ടുപലിശ കാണുന്നത് എങ്ങനെയായിരുന്നു, ആദ്യം മുതലെഴുതി ഇവിടെ തരുന്ന പലിശ ഏതാണോ അതിൻ്റെ കൂടെ 100 കൂട്ടണം അല്ലേ. ഇവിടെ 20 പലിശ, പക്ഷേ അർദ്ധവാർഷികമായതുകൊണ്ട് നമ്മൾ എത്ര എടുക്കും, അതിൻ്റെ പകുതി എടുക്കും, അതായത് 10 എടുക്കും. അങ്ങനെയാണെങ്കിൽ 110 ഡിവൈഡ് ബൈ 100 എന്ന് എടുക്കും അല്ലേ. ഇനി നോക്കിയാൽ ഒരു വർഷത്തേക്കാണ് ഇട്ടേക്കുന്നത്. നമ്മൾ പറഞ്ഞു അർദ്ധവാർഷികമായിട്ടാണ് പലിശ കണക്കാക്കുന്നതെങ്കിൽ ഒരു വർഷം എത്ര തവണ പലിശ കണക്കാക്കും, 2 തവണ പലിശ കണക്കാക്കും, 2 തവണ. അതുകൊണ്ട് ആ 2 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2 തവണ നമ്മൾ എന്ത് ചെയ്യണം, പലിശ നിരക്ക് എഴുതി ഗുണിക്കണം. ഓക്കെ ആണോ, ക്ലിയർ ആണോ? ബാക്കിയെല്ലാം നമ്മൾ കൂട്ടുപലിശ കാണുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അതേ നോക്കിയേ, 11 ഇൻറ്റു 11 121, 12,100 ഇൻറ്റു 2, 12,100 ഇൻറ്റു 2 എത്ര കിട്ടും, 24,200 എന്ന് പറയാം. 24,200. 24,200 എന്താ, 20,000 രൂപയ്ക്ക് 24,200 രൂപ റിട്ടേൺ കിട്ടും. അതായത് അധികം കിട്ടുന്ന 4,200 രൂപയാണ് നമ്മുടെ പലിശ എന്ന് പറയുന്നത്. 4,200 രൂപ. ക്ലിയർ ആണോ പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തു നോക്കാം. ഇതേ നോക്കിയേ, 20,000 എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് 50,000 ആക്കുന്നു. 50,000 രൂപയ്ക്ക് 20% വാർഷിക പലിശ നിരക്കിൽ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കിയാൽ ഒരു വർഷത്തേക്ക് കൂട്ടുപലിശ എന്ത്? എങ്ങനെയാ കൂട്ടുപലിശ കാണേണ്ടത്? ഇവിടുത്തെ മുതൽ അതേപോലെ എഴുതി 50,000 എഴുതി, ഇൻറ്റു അർദ്ധവാർഷികമായതുകൊണ്ട് ഇവിടുത്തെ പലിശ നിരക്കിൻ്റെ പകുതി എടുക്കണം. അർദ്ധവാർഷികമായതുകൊണ്ട് പലിശ നിരക്കിൻ്റെ പകുതി എടുക്കുക. പലിശ നിരക്കിൻ്റെ പകുതി എത്ര, 10%. അതായിട്ട് എടുക്കുക പലിശ നിരക്ക് 110 ഡിവൈഡ് ബൈ 100. ഇനി ഒരു വർഷത്തേക്കാണ് പറഞ്ഞേക്കുന്നത്, അത് ഇരട്ടിയാക്കണം, 2 ആക്കണം. ഒരു വർഷമാണെങ്കിൽ എത്ര തവണ പലിശ കണക്കാക്കും, 2 തവണ പലിശ കണക്കാക്കും. 2 വർഷമാണെങ്കിൽ 4 തവണ പലിശ കണക്കാക്കും. 3 വർഷമാണെങ്കിൽ 6 തവണ പലിശ കണക്കാക്കും അല്ലേ. ഇരട്ടിയാണ്. ഒരു വർഷത്തിൽ 2 തവണ പലിശ കണക്കാക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ഇൻറ്റു 110 ഡിവൈഡ് ബൈ 100. ഓക്കെ, 2 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അർദ്ധവാർഷികമായിട്ടാണ് തരുന്നതെങ്കിൽ പലിശ നിരക്ക് പകുതിയാക്കുക. വർഷം എത്ര വർഷമാണോ തരുന്നത് അതിൻ്റെ ഇരട്ടി എടുക്കുക, വർഷത്തിൻ്റെ ഇരട്ടി എടുക്കുക. എന്നിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്ന രീതിയിൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ 0 ക്യാൻസൽ ചെയ്തു. ഇതേ നോക്കിയേ 5 ഇൻറ്റു 121 00 അല്ലേ. എത്ര കിട്ടും ആൻസർ? ഇതേ നോക്കിയേ 0 1 ഇൻറ്റു 5 5, 2 ഇൻറ്റു 5 0, ബാലൻസ് 1, 1 ഇൻറ്റു 5 ഇൻറ്റു 6. ഓക്കെ, ഇത് നോക്കി 50,000 രൂപയ്ക്ക് 60,500 രൂപ എന്ത് കിട്ടി, തിരിച്ച് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അധികമുള്ള 10,500 രൂപ അല്ലേ. 60,500 നിന്നും 50,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ അധികം നമുക്ക് കിട്ടിയ എത്ര, 10,500 രൂപ. ആ 10,500 രൂപയാണ് ഇവിടുത്തെ പലിശ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അർദ്ധവാർഷികമായി എന്നുള്ള ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, അടുത്ത മോഡലിലേക്ക് പോകാം. ദേ നോക്കിയേ, മോഡൽ 23 നോക്കി. എന്താ, 25,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഇതേ നോക്കി 25,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ ആദ്യം കാണാം. PNR ഡിവൈഡ് ബൈ 100. സാധാരണ പലിശ ആദ്യം കാണാം. PNR ഡിവൈഡ് ബൈ 100 നോക്കാം. നമുക്ക് 25,000 ഇൻറ്റു N എന്ന് പറയുന്ന 2 വർഷം ഇൻറ്റു R എന്ന് പറയുന്ന 10% അല്ലേ, ഡിവൈഡ് ബൈ 100. സാധാരണ പലിശ കാണുന്നു. 250 ഇൻറ്റു 2 എന്ന് പറയുന്ന 500 ഇൻറ്റു 10 5000 എന്ന് കിട്ടി. സാധാരണ പലിശ 5000. 25,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എന്ന് പറയുന്ന 5000 ആണ്. ഇനി അതേപോലെ കൂട്ടുപലിശ വേണമെങ്കിൽ കാണാം. കൂട്ടുപലിശ കാണാൻ എന്ത് ചെയ്യണം, മുതൽ അതേപോലെ എഴുതുക. കൂട്ടുപലിശ കാണാൻ നമ്മളിപ്പം പഠിച്ചു. 25,000 അതേപോലെ എഴുതി. 10 എന്നുള്ളത് 110 എഴുതി അല്ലേ. 110 ഡിവൈഡ് ബൈ 100. 2 വർഷമായതുകൊണ്ട് 2 തവണ എഴുതി ഗുണിക്കണം.
എന്നിട്ട് എന്ത് ചെയ്യുക, 0 0 ക്യാൻസൽ ചെയ്തു, ഇവിടെ ഒരു സീറോയും ഈ സീറോയും ക്യാൻസൽ ചെയ്തു, ഈ സീറോയും ക്യാൻസൽ ചെയ്തു. നോക്കിയേ, 11 × 11 121, ഒരു പൂജ്യമേ ഉള്ളൂ, ഇൻറ്റു 25 എത്ര കിട്ടും നമുക്ക്? ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 30,250 എന്ന് കിട്ടും. അതായത് 25,000 രൂപയ്ക്ക് കൂട്ടുപലിശ നിരക്കിൽ 2 കൂട്ടുപലിശയും മുതലും കൂടെ ചേർത്ത് നമുക്ക് എത്ര കിട്ടും? 30,250 കിട്ടും. അതായത് കൂട്ടുപലിശ കിട്ടുന്ന എത്രയായിരിക്കും? 30,250 മൈനസ് 25,000 അല്ലേ? അതായിരിക്കും നമ്മുടെ കൂട്ടുപലിശ. കൂട്ടുപലിശ എത്ര കിട്ടി? 5,250. ഇവിടെ നോക്കിയേ, ഇത് സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കണ്ടുപിടിച്ചു, അല്ലെ കൂട്ടുപലിശയും കണ്ടുപിടിച്ചു. നോക്കിയേ, ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5,000ഉം 5,250 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5,000ഉം 5,250 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 250 അല്ലെ? 250 അല്ലേ വ്യത്യാസം? നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 250 എന്ന് കിട്ടിയോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ്. നമ്മൾ ഇക്വേഷൻ ഒന്നും പഠിക്കാതെ സാധാരണ രീതിയിൽ കൂട്ടുപലിശ കാണുന്നു, സാധാരണ പലിശ കാണുന്നു, അത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോ, രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, 25,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളോട് കാണാൻ ചോദിക്കുന്നത്, അല്ലേ? വ്യത്യാസം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതേ മുതൽ അതേപോലെ എഴുതുന്നു 20. അപ്പോൾ അതേ നോക്കിയേ, ഇവിടുത്തെ മുതൽ 25,000 അത് നമ്മൾ എടുത്തെഴുതി, 25,000 എടുത്തെഴുതി. ഇനി ഇവിടുത്തെ പലിശ എത്രയാ? പലിശ 10 അല്ലേ? പലിശ 10 ഡിവൈഡഡ് ബൈ 100. പലിശ 10 ഡിവൈഡ് ബൈ 100 അല്ലേ? ശതമാനം ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 100 എടുത്തു. ഇനി എന്ത് ചെയ്യുക? 2 വർഷത്തേക്കാണ് നമ്മുടെ അടുത്ത് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് ഹോൾ സ്ക്വയർ കണ്ടോ, 2 വർഷമായതുകൊണ്ട് ഹോൾ സ്ക്വയർ എടുത്തു. ഓക്കെ, ക്ലിയർ ആയോ? എന്താ പറഞ്ഞേ? പലിശ നമുക്ക് തന്നേക്കുന്ന തുക അതേപോലെ എടുത്ത് എഴുതി, ഇൻറ്റു പലിശ നിരക്ക് എത്രയാ? 10%. അതുകൊണ്ട് നമ്മൾ 10/100 എഴുതി. 2 വർഷത്തേക്കുള്ള വ്യത്യാസമാണ് ചോദിച്ചത്, അതുകൊണ്ട് നമ്മൾ സ്ക്വയർ എടുത്തു. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇനി ഇതൊന്ന് ചെയ്യുക. അതായത് 25,000 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100, 10 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100. ഓക്കെ ആണോ? ഈ സ്ക്വയറിനെ നമുക്ക് അങ്ങനെ എഴുതാമല്ലോ, 10/100 ഇൻറ്റു 10/100 എന്ന് എഴുതാമല്ലോ. അതായത് 0 ക്യാൻസൽ ചെയ്തു, ഈ ഒരു സീറോയും ക്യാൻസൽ ചെയ്തു, ഈ സീറോയും ക്യാൻസൽ ചെയ്തു. 25 ഇൻറ്റു 10 അല്ലേ? 25 ഇൻറ്റു 10 250 എന്ന് കിട്ടി. കഴിഞ്ഞ കണക്ക് മോഡൽ ചെയ്തപ്പോഴും നമുക്ക് 250 എന്നല്ലേ ആൻസർ കിട്ടിയത്. ഓക്കെ, അപ്പോൾ 2 രീതിയും നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഒന്നെങ്കിൽ സാധാരണ പലിശ കണ്ടുപിടിക്കുക, കൂട്ടുപലിശ കണ്ടുപിടിക്കുക, അത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ ചെയ്യുന്ന രീതി എന്താ പറഞ്ഞത്? നമ്മൾ ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇല്ലെങ്കിൽ അവിടുത്തെ തുക എന്താണോ ആ തുക അതേപോലെ എഴുതുക, 25,000 ഇൻറ്റു ഇവിടുത്തെ പലിശ നിരക്ക് എത്ര? 10% ആയതുകൊണ്ട് 10 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതി. 2 വർഷത്തെ വ്യത്യാസം ചോദിച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഹോൾ സ്ക്വയർ എന്ന് എഴുതി, അല്ലെങ്കിൽ 2 തവണ എഴുതി ഗുണിച്ചു എന്ന് പറയാം. 25,000 ഇൻറ്റു 10/100 ഇൻറ്റു 10/100. 2 വർഷത്തേക്കാണ് ചോദിച്ചിരുന്നെങ്കിൽ 10/100 ഇൻറ്റു 10/100 ചെയ്തു. ആൻസർ എത്ര കിട്ടും? 250 എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞ ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് മാറ്റി നോക്കാം. നോക്കിയേ, 25,000 എന്നുള്ളത് ഞാൻ മാറ്റി 40,000 എന്നാക്കുന്നു. 40,000 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ തുക അതേപോലെ എഴുതുന്നു. 40,000 ഇൻറ്റു പലിശ നിരക്ക് എത്ര? 10% ആയതുകൊണ്ട് 10/100 അല്ലേ? 2 വർഷത്തേക്കാണ് ചോദിച്ചേക്കുന്നതുകൊണ്ട് 10/100. ഓക്കെ, വ്യത്യാസം കാണാൻ നേരത്ത് 10/100 എന്ന് മാത്രം എടുത്താൽ മതി. കൂട്ടുപലിശ കാണുമ്പോഴാണ് നമ്മൾ 100 കൂട്ടിയിട്ട് ഇതെടുക്കുന്നത്, അത് ഓർത്ത് വെച്ചേക്കണം. 0 ക്യാൻസൽ ചെയ്തു, ഈ 2 സീറോയും ക്യാൻസൽ ചെയ്തു. ഓക്കെ, 10 × 10 100, 100 × 4 400. ഓക്കെ ആണോ? ക്ലിയർ ആണോ? 400 എന്ന് ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ മാറ്റുന്നു. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്തു നോക്കാം. 30,000 രൂപയ്ക്ക് 20% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നോക്കിയേ, 30,000 എന്നുള്ള തുക അതേപോലെ എഴുതി, ഇൻറ്റു ഇവിടെ ശതമാനം 20% പറഞ്ഞേക്കുന്നുണ്ട്, 20 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതി. 2 വർഷത്തേക്കാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് വീണ്ടും 20 × 100 20 ഡിവൈഡ് ബൈ 100 എഴുതി.
ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 × 2 4 അല്ലേ? 0 0 400 ഇൻറ്റു 400 ഇൻറ്റു 3 400 ഇൻറ്റു 3 എത്ര കിട്ടും? 1200 എന്ന ആൻസർ കിട്ടും. 1200. ഇതാണ് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം ഒരു മോഡലും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഈ അവസാനം കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദേ നോക്കിക്കോ, ശ്രദ്ധിച്ച് നോക്കിക്കോ, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദേ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദേ ഒരു നിശ്ചിത പലിശ നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 400 രൂപയും കൂട്ടുപലിശ 420 രൂപയുമായാൽ പലിശ നിരക്ക് എത്രയാണ്? ഇവിടെ നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ. നിശ്ചിത പലിശ നിരക്ക് 6 തന്നിട്ടില്ല. 6% അല്ലെങ്കിൽ 6 പലിശ നിരക്ക് തന്നിട്ടില്ല. ഒരു തുകയ്ക്ക് പിയും തന്നിട്ടില്ല. തുക എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. പലിശ നിരക്ക് എത്രയാണെന്ന് തന്നിട്ടില്ല. തന്നേക്കുന്നത് 2 വർഷം മാത്രം, നമ്പർ ഓഫ് ഇയേഴ്സ് മാത്രമാണ് തന്നേക്കുന്നത്. അപ്പോൾ ഒരു നിശ്ചിത പലിശ നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശയൊക്കെ തന്നിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 400 രൂപയെന്ന് തന്നിട്ടുണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ്. കൂട്ടുപലിശ തന്നിട്ടുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 420 രൂപയെന്ന് തന്നിട്ടുണ്ട്. ആയാൽ പലിശ നിരക്ക് 6% കാണണം. പലിശ നിരക്ക് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചോണം. ഒരു നിശ്ചിത പലിശ നിരക്കിൽ ഒരു തുകയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 400 രൂപയും കൂട്ടുപലിശ 420 രൂപയുമായാൽ പലിശ നിരക്ക് കാണാൻ എന്ത് ചെയ്യണം? വളരെ സിമ്പിളായിട്ട് ഇതേ നോക്കിക്കോ. 400ഉം 420ഉം കണ്ടോ? സിമ്പിൾ ഇൻട്രസ്റ്റ് 400ഉം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 420ഉം ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര? 400ഉം 420ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 420 മൈനസ് 420. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അല്ലേ? കൂട്ടുപലിശയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 20 ആണ്. ആ വ്യത്യാസം നമ്മളെടുത്തു 20 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ സാധാരണ പലിശ എത്ര? 400. സാധാരണ പലിശ 400. അതിൻ്റെ പകുതി എടുക്കുക. 400ൻ്റെ പകുതി എത്ര? 200. 400ൻ്റെ പകുതി 200. പലിശ നിരക്കല്ലേ നമുക്ക് കാണേണ്ടത്? ശതമാനമാണ് കാണേണ്ടത്. അതുകൊണ്ട് ഇൻറ്റു 100. എന്താ വഴി പറഞ്ഞത്? എന്താണ് നമ്മുടെ ഇക്വേഷൻ പറഞ്ഞത്? എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എഴുതി ഡിവൈഡഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പകുതി ഇവിടെ 400 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ 200 ഇൻറ്റു 100 ശതമാനമാണ് കാണേണ്ടതുകൊണ്ട് ഇൻറ്റു 100. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ദേ 0യും ഈ 0യും ക്യാൻസൽ ചെയ്തു. ദേ ഇതും 20ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി 10 എന്ന് കിട്ടി. 10%. ക്ലിയർ ആണോ? പലിശ നിരക്ക് എന്ന് പറയുന്നത് 10%. മനസ്സിലായോ? അപ്പം ക്വസ്റ്റ്യൻ നോക്കിയോ. ഒന്നും തന്നിട്ടില്ല. എന്തുമാത്രം തന്നിട്ടുണ്ട്? സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമ്പർ ഓഫ് ഇയേഴ്സും തന്നിട്ടുണ്ട്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, ഡിവൈഡഡ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പകുതി എടുക്കുക, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലിശ നിരക്ക് കിട്ടും. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത മോഡൽ നോക്കാം. മോഡൽ 24 നോക്കി. ഒരു സംഖ്യയുടെ 80% 40 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഒരു സംഖ്യയുടെ 80% 40 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? ഇതേ നോക്കിയേ. ഞാൻ ആ സംഖ്യയെ എക്സ് എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്നൊരു സംഖ്യ. ആ സംഖ്യയുടെ 80% 40 കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? ആ സംഖ്യ തന്നെ കിട്ടും. അതായത് എക്സ് തന്നെ കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത് നോക്കിയേ. ഒരു സംഖ്യയുടെ 80% എന്ന് വെച്ചാൽ എക്സിൻ്റെ 80% നമ്മൾ പറയാറുണ്ട് ഒരു സംഖ്യ പൂർണ്ണമായിട്ടും പറയണമെങ്കിൽ അത് 100% അല്ലേ? എക്സ് എന്ന് പറയുന്നത് 100%. അത് ക്ലിയർ ആണോ? ഒരു സംഖ്യ ഏതൊരു സാധനവും നമ്മൾ ശതമാനത്തിൻ്റെ ബേസ് പറയുന്നത് 100%ലാണ് ബേസ് പറയുന്നത് അല്ലേ? 100%. ഇപ്പം ഈ ക്വസ്റ്റ്യൻ ഈ 80% എന്ന് പറയുന്നത് നമ്മൾ 100%മാണ് നമ്മുടെ ഡേറ്റം ലൈൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മുടെ ബേസ് 100%. ആ 100%ൽ 80% എന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ? 100%ൻ്റെ 80%. ഓക്കെ, ആ 80% എന്ന് പറഞ്ഞു അല്ലേ? ബാക്കി അവശേഷിക്കുന്ന എത്രയായിരിക്കും? ബാക്കി 100%, 80%, ബാക്കി അവശേഷിക്കുന്ന 20%.
ഓക്കെ ആണോ? 20%. ആ 20% ഇവിടെ ഈ 40 എന്ന് പറഞ്ഞേക്കുന്നത്. ആ 20% 40. അതായത് നോക്കിയേ, ഈ 80%-ഓട് 20% കൂട്ടിയാൽ നമുക്ക് ആരെ കിട്ടും? 100% എക്സിനെ കിട്ടും. ക്ലിയർ ആണോ? 80%-ഓട് 20% കൂട്ടിയാൽ നമ്മുടെ പൂർണ്ണസംഖ്യയായ 100%-ഉള്ള സംഖ്യ കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? നമ്മൾ ഏതൊരു സാധനവും 100%-ആണ് ബേസ് എടുക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ 80% എന്ന് പറഞ്ഞു. ആ 80%-ഓട് 20% കൂട്ടിയാൽ നമ്മുടെ സംഖ്യ കിട്ടും. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ, ഈ 20% ഇവിടുത്തെ 40. 20% 40. ഈ 20% കൂട്ടിയാൽ മാത്രമേ നമുക്ക് ആ സംഖ്യ കിട്ടത്തുള്ളൂ. 20% കൂട്ടിയാൽ മാത്രമേ സംഖ്യ കിട്ടത്തുള്ളൂ. അതായത് ഈ 20% 40. ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതാം. ഒരു സംഖ്യയുടെ 20%, ഒരു സംഖ്യയുടെ 20% 40 ആയാൽ, ഒരു സംഖ്യയുടെ 20% 40 ആയാൽ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുള്ളതാണ്. അതിനും തൊട്ട് മുമ്പ് ചോദിച്ച പരീക്ഷയ്ക്കും വന്നതാണ്. അതുകൊണ്ട് ദേ ഈ ഒരു വരി പഠിച്ചു വെച്ചേക്കുക. ഒരു സംഖ്യയുടെ 20% 40 ആയാൽ, ഒരു സംഖ്യയുടെ 20% 40 ആയാൽ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? 40 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100. 40 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100. 40 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100. 40 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 100. അത് പഠിച്ചു വെച്ചേക്കുക. ഒരു സംഖ്യയുടെ A% B ആയാൽ, ഒരു സംഖ്യയുടെ A% B ആയാൽ സംഖ്യ കാണാൻ B/A ഇൻറ്റു 100. B/A ഇൻറ്റു 100. ഓക്കെ, ഒരു സംഖ്യയുടെ A% B ആയാൽ സംഖ്യ കാണാൻ B/A ഇൻറ്റു 100. B/A ഇൻറ്റു 100. അതേ നോക്കിയേ, 0 0 ക്യാൻസൽ ചെയ്തു. 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 2 എന്ന് കിട്ടി. 2 ഇൻറ്റു 100 200 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതേ ഒരു 2-3 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇത് നോക്കിയേ, ഒരു സംഖ്യയുടെ 60%-ഓട് 200 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? നോക്കിയേ, നമ്മളിപ്പം പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു സംഖ്യയുടെ 60%-ഓട് 200 കൂട്ടിയാൽ, അല്ലേ, അതായത് ഈ 60%, സംഖ്യയുടെ 60%, ശേഷിക്കുന്ന എത്ര ശതമാനമുണ്ട്? 40%, അല്ലേ? ശേഷിക്കുന്ന ശതമാനം 40%. 100 - 60 40%. ഈ 40% നമുക്കിവിടെ 200 എന്ന് തന്നേക്കുന്നത്. 40% 200 എന്ന് തന്നേക്കുന്നത്. അപ്പോൾ 40% 200 ആയാൽ, 40% 200 ആയാൽ സംഖ്യ കാണാൻ 200 ഡിവൈഡ് ബൈ 40 ഇൻറ്റു 100. ഓക്കെ, 0 0 ക്യാൻസൽ ചെയ്തു. 4ഉം 20ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 5. ഈ 0 ഇട്ട് കൊടുത്തു. 5 ഇൻറ്റു 10 50 ഇൻറ്റു 10 500 എന്ന് കിട്ടി. ക്ലിയർ ആണോ? പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തു നോക്കാം. നമുക്ക്. ഒരു സംഖ്യയുടെ 90%-ഓട് 40 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? നോക്കിയ, ഒരു സംഖ്യയുടെ 90%-ഓട് എന്ന് വെച്ചാൽ ബാക്കി അവശേഷിക്കുന്ന 10% ഇവിടെ 40 എന്ന് പറയുന്നത്. അവശേഷിക്കുന്ന 10% 40 എന്ന് പറയുന്നത്. ഒരു സംഖ്യയുടെ 10% 40 ആയാൽ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? 40 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100, അല്ലേ? 0 0 ക്യാൻസൽ ചെയ്ത് 400 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് മോഡൽ നോക്കിയേ. മോഡൽ 25 നോക്കിയേ. അരുണിൻ്റെ വരുമാനം അരവിന്ദിൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ്. നോക്കിയേ, ഇവിടെ അരുണിന് ഞാൻ A എന്നും അരവിന്ദിന് B എന്നും കൊടുക്കുക. നോക്കിയേ, അരുണിൻ്റെ വരുമാനം അരവിന്ദിൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ അരുണിനാണ് ശമ്പളത്തിൽ കൂടുതൽ, അല്ലേ? നോക്കി, അരവിന്ദിന് ശമ്പളം കുറവാണ്. എത്ര കുറവെന്നാണ് പറഞ്ഞിരിക്കുന്നത്? A എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അരുണിൻ്റെ വരുമാനം അരവിന്ദിൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ്. 25% കൂടുതലാണ് എങ്കിൽ അരവിന്ദിൻ്റെ വരുമാനം അരുണിൻ്റെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നല്ല വൃത്തിക്ക് വായിച്ചു പഠിക്കുക. ഈ 2 പോയിൻ്റ് എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കുക. കൂടുതലാണ്, കുറവാണ്, എവിടെ കിടക്കുന്നതെന്ന് നോക്കുക. അരുണിൻ്റെ വരുമാനം അരവിന്ദിൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ് എങ്കിൽ അരവിന്ദിൻ്റെ വരുമാനം അരുണിൻ്റെ വരുമാനത്തേക്കാൾ എത്ര കുറവാണ് എന്നാണ് ചോദ്യം.
ശ്രദ്ധിച്ച് കേട്ടല്ലോ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടു. ഇനി ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നോക്കിയേ, ഇവിടെ എത്ര ശതമാനമോ കൂടുതലെന്ന് പറഞ്ഞേക്കുന്നത്, ഫസ്റ്റ് വരി കൂടുതലാണ് എന്നാണ്, അത് ഓർത്ത് വെച്ചേക്കണം. ഫസ്റ്റ് വരി കൂടുതൽ എന്നാണ്, അതുകൊണ്ട് 25% കൂടുതൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ 25നെ ഞാൻ ഇഞ്ഞെടുത്തു, 25 എടുത്തു, ഡിവൈഡഡ് ബൈ ഈ 25ൻ്റെ കൂടെ 100 കൂട്ടുക, 25ൻ്റെ കൂടെ 100 കൂട്ടി 125 ഇൻറ്റു 100 ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? 25 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100, 25 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100 എത്ര കിട്ടും? 25 125 കൂടെ ക്യാൻസൽ ചെയ്താൽ 5 എന്ന് കിട്ടും. 5ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 20 എന്ന് കിട്ടും. 20% കുറവ്, 20% കുറവ്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ എന്താ ഒന്നും കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നോക്കിയേ, ഈ ക്വസ്റ്റ്യനകത്ത് 2 കാര്യങ്ങൾ നോക്കുക. ഒന്ന് കൂടുതലാണ്, രണ്ടാമത് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കുറവാണ്. അത് മനസ്സിലാക്കുക. എത്ര ശതമാനം കുറവ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര ശതമാനം കുറവ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ തന്നേക്കുന്ന ശതമാനം എടുത്തെഴുതി 25 എന്ന ശതമാനം എടുത്തെഴുതി. ഇനി എന്ത് ചെയ്യുക? 100ൻ്റെ കൂടെ ആ ശതമാനം കൂട്ടുക, 100ൻ്റെ കൂടെ ശതമാനം കൂട്ടുക. കാരണം 25% കൂടുതലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ, 25% കൂടുതലാണ് എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് 125 ആയി. കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 ആയി ഇല്ലേ? ഇൻറ്റു 100. ക്ലിയർ ആണോ? ക്യാൻസൽ ചെയ്ത് 5, ആൻസർ എത്ര കിട്ടും? 20. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് 2-3 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. 2-3 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 20% കൂടുതലാണെങ്കിൽ ഇത്രയും ഭാഗം നമുക്ക് വേണം. 20% കൂടുതലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്താ കാണേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കുറവാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, 20% കൂടുതലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായി 20 എഴുതി. കൂടുതലാണ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 100 കൂട്ടുന്നു അല്ലേ? 120 ആയി ഇൻറ്റു 100. ക്ലിയർ ആയോ? 0 ക്യാൻസൽ ചെയ്തു. 12ഉം 20ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. 12ഉം 20ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. എത്ര കിട്ടും നമുക്ക്? 10 ആണ്. 10 10 ഇൻറ്റു 10 100 ഡിവൈഡ് ബൈ 6 16 2/3 എന്ന് കിട്ടി. 16 2/3 എന്ന് കിട്ടി. ക്ലിയർ ആണോ പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതിനോട് അനുബന്ധിച്ച് വരുന്ന ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു 2 കണക്കും കൂടെ പറഞ്ഞുതരാം. ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന 2 കണക്കും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നും കൂടെ റിവേഴ്സിലേക്ക് പോകുമ്പോൾ ഈ ക്വസ്റ്റ്യനകത്തിൽ ഇപ്പം നമ്മൾ പഠിച്ചു ഇപ്പം പഠിച്ചതനുസരിച്ച് ഈ 25 അതേപോലെ എഴുതുന്നു. 25ൻ്റെ കൂടെ ഇവിടെ കൂടുതലാണ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 100 കൂട്ടുന്നു. 125 ആയി ഇൻറ്റു 100. ഇതാണ് ഇപ്പം നമ്മൾ ചെയ്ത് പഠിച്ച ഇക്വേഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് മാറ്റുന്നു. അരുണിൻ്റെ വരുമാനം അരവിന്ദിൻ്റെ വരുമാനത്തേക്കാൾ 25% കുറവാണ് എന്ന് ഞാൻ എഴുതുന്നു. കുറവാണ് എങ്കിൽ അരവിന്ദിൻ്റെ വരുമാനം അരുണിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് എന്ന് ക്വസ്റ്റ്യൻ വരും. നോക്കിയേ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു അല്ലേ? ആദ്യം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യനകത്ത് 25% കൂടുതലാണെങ്കിൽ എത്ര ശതമാനം കുറവ് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 25% കുറവാണ് എങ്കിൽ എത്ര ശതമാനം കൂടുതലാണ് എന്നാണ് ചോദ്യം. കണ്ടോ, ക്വസ്റ്റ്യൻ മാറിയത് കണ്ടോ? ഇത് ചെയ്യുന്ന രീതി, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് എന്താ? 25 അതേപോലെ എഴുതുക. തന്നേക്കുന്നതിനകത്തിൽ നിന്ന് ഈ ശതമാനം അതേപോലെ എഴുതുക. ഡിവൈഡഡ് ബൈ നോക്കി 25% കുറവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 25% കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25നെ 100ൽ നിന്നും കുറയ്ക്കണം. 100ൽ നിന്നും 25 കുറയ്ക്കണം. 75 എന്ന് കിട്ടി. 75 ഇൻറ്റു 100 അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ കൂടുതലാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ പ്ലസ് ചെയ്യണം, 100 പ്ലസ് ചെയ്യണം. കുറവാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ 100ൽ നിന്നും മൈനസ് ചെയ്യണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, പറഞ്ഞാൽ ക്ലിയർ ആണോ? നോക്കിയേ, എത്ര കിട്ടുമായിരിക്കും നമുക്കത്? ഇവിടെ 3 കിട്ടി. 100 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും? 33 1/3 എന്ന് കിട്ടും. 33 1/3 എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചെയ്തു നോക്കാം നമുക്ക്. എയുടെ വരുമാനം ബിയുടേനേക്കാൾ 20% കൂടുതലാണെങ്കിൽ എന്ന് മാറ്റിയിട്ട് നമ്മൾ എന്താക്കിയത്? കുറവാണെങ്കിൽ ബിയുടെ വരുമാനം എയുടേനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് എന്നാക്കി ക്വസ്റ്റ്യൻ.
ഓക്കെ, ഇവിടെ 20% കുറവ് എന്ന് വന്നു കഴിഞ്ഞാൽ 20% കുറവ് വന്നിട്ട് കൂടുതൽ കണ്ടുപിടിക്കാൻ, ശതമാനം എത്ര കൂടുതലെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ശതമാനം അതേപോലെ എഴുതി 20, എന്നിട്ട് താഴെ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിൽ 100-ൽ നിന്നും കുറച്ച് എഴുതണം, അതായത് 80 എന്ന് എഴുതണം, ഇൻറ്റു 100. ക്ലിയർ ആണോ? ഇത് ചെയ്യുക. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യം മനസ്സിലായല്ലോ. കുറവും കൂടുതലും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, ഒരു ചതുരത്തിൻ്റെ നീളം 10% വർദ്ധിപ്പിച്ചു. ഒരു ചതുരത്തിൻ്റെ നീളം 10% വർദ്ധിപ്പിച്ചു കൂട്ടി. വീതി എത്ര ശതമാനം കുറഞ്ഞാൽ, വീതി എത്ര ശതമാനം കുറഞ്ഞാൽ വിസ്തീർണത്തിൽ വ്യത്യാസമുണ്ടാവില്ല? എന്താ ചെയ്യേണ്ടത്? അതേപോലെ നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെ 10 അതേപോലെ എഴുതുന്നു. ഇവിടെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 100 കൂട്ടുക, 110 ആയി, ഇൻറ്റു 100. ഓക്കെ ആണോ പറഞ്ഞേക്കുന്നത്? ഇൻറ്റു 100. 0 0 ക്യാൻസൽ ചെയ്തു. 100 ഡിവൈഡ് ബൈ 100, 100 ഡിവൈഡ് ബൈ 100 9 1/11% എന്ന് കിട്ടും. 9 1/11%. എന്താ പറഞ്ഞേക്കുന്നത്? 10% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ ശതമാനം അതേപോലെ എഴുതുക. ഡിവൈഡഡ് ബൈ, വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 100 കൂട്ടണം, കുറച്ചു എന്ന് പറഞ്ഞാൽ 100-ൽ നിന്നും കുറയ്ക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കുക. ഒരു ടൂത്ത് പേസ്റ്റിൽ 50% കൂടുതൽ എന്ന് എഴുതിയിരിക്കുന്നു. 50% കൂടുതൽ എന്ന് എഴുതിയിരിക്കുന്നു. അത് എത്ര ശതമാനം ഡിസ്കൗണ്ടിന് തുല്യമാണ്? ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ കുറവെന്നല്ലേ, നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ കുറവ് ചെയ്തു എന്നല്ലേ. അപ്പോൾ ഇത് കുറവ് എന്നാണ് അർത്ഥം. കണ്ടോ? കുറവ്. അവിടെ മേളിൽ കൂടുതൽ, താഴെ കുറവ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ആ ശതമാനം അതേപോലെ എഴുതുക. ഡിവൈഡഡ് ബൈ, ഇവിടെ കൂടുതൽ എന്നാണ് വന്നിരിക്കുന്നത്, ശതമാനത്തിൻ്റെ കൂടെ കൂടുതൽ എന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? 100 കൂട്ടുക, 150 ഇൻറ്റു 100. ഓക്കെ, എത്ര കിട്ടും? ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 3 100 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും? 33 1/3 എന്ന് കിട്ടും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? അപ്പോൾ നമ്മുടെ സൂപ്പർ 50യുടെ 5ാമത്തെ ക്ലാസ്സാണ് തീരുന്നത്. 5ാമത്തെ ക്ലാസ് 25 ക്വസ്റ്റ്യനും അതിനോടനുബന്ധിച്ച് കുറേ മോഡൽസും നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ വീഡിയോസും കാണുക, നല്ല രീതിയിൽ പഠിക്കുക. CPO എക്സാം വരാനുണ്ട്, അതേപോലെ കുറേ എക്സാമുകൾ വരുന്നുണ്ട്. അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ